ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +1 പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പുതിയ ബുക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വരുന്നത് ദ മിറർ വിത്തിൻ എന്നാണ്. ഇതിൽ 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫൂഫി, സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് an angel in disguise. ഇതാണ് ആ 3 ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫൂഫി ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബുക്കിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫൂഫി എന്ന് പറയുന്ന സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഹൈക്കു ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓ സ്നെയിൽ ക്ലൈം മൗണ്ട് ഫൂജി ബട്ട് സ്ലോലി സ്ലോലി എ ഹൈക്കു. ഒരു ഹൈക്കു എന്ന് പറയുന്നത് ഒരു ചെറിയ ജാപ്പനീസ് കവിതയാണ്. 3 വരികളുള്ള ജാപ്പനീസ് കവിതയെയാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈക്കു എന്താണ്? ഓ സ്നൈൽ ക്ലൈം മൗണ്ട് ഫുജി ബട്ട് സ്ലോലി സ്ലോലി എന്ന് പറയുന്ന സ്നെയിലിനോട്, ഒച്ചിനോട് പറയാണ് മൗണ്ട് ഫുജി കയറിക്കോളൂ, പക്ഷെ വളരെ സ്ലോ ആയിട്ട് കയറാനാണ് പറയുന്നത്. ഇതിന് താഴെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇഫ് യു were the snail climbing the mountain of your life, how do you keep yourself motivated? നിങ്ങൾ ജീവിതമാവുന്ന മൗണ്ടൈൻ കയറുന്ന ഒരു ഒച്ചാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഐ were a snail, I would never give up and move forward with determination. എന്താ പറയുന്നേ? ഞാനൊരു സ്നെയിലായിരുന്നെങ്കിൽ ഒരിക്കലും യാത്രയിൽ തളരാതെ ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ എന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. I would keep going by believing in myself and celebrating every small achievements. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ യാത്രയിൽ മുന്നേറുക? എന്നിൽ തന്നെ വിശ്വസിച്ച് ഞാൻ നേടുന്ന ഓരോ ചെറിയ അച്ചീവ്മെന്റ്സും ആഘോഷിച്ചിട്ടാണ് ഞാൻ മുന്നേറുക എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? I would tell myself that. നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താ പറയാ? സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ് ലീഡ്സ് ടു സക്സസ്. വളരെ സ്ലോ ആയിട്ടുള്ളതും സ്റ്റഡി ആയിട്ടുള്ള പുരോഗതിയാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുക. ഡു യു തിങ്ക് പ്രോഗ്രസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ പേസ്? ഷെയർ യുവർ വ്യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. വളരെ വേഗത്തിൽ നമ്മളുടെ ഗോളിൽ എത്തുക എന്നുള്ളതാണോ സക്സസ് എന്നാണ് ചോദിക്കുന്നത്. I think progress is moving closer to our goals no matter how fast or slow we go. എനിക്ക് തോന്നുന്നത് നമ്മൾ എത്രത്തോളം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അതാണ് വിജയം എന്നാണ്. നമ്മൾ എത്ര സ്പീഡിലാണോ അല്ലെങ്കിൽ എത്ര പതുക്കെയാണോ എന്നുള്ളതല്ല, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നു അതാണ് നമ്മളുടെ പുരോഗമനമായിട്ട് വരുന്നത്. I believe speed is not important because consistency, hard work and perseverance matter more than speed. എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് ആൻഡ് പെർസീവറൻസ് ഇതൊക്കെയാണ് സ്പീഡിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് ആ യാത്രയിൽ മുന്നേറണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നേരിടണം. അതാണ് പെർസീവറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് സ്പീഡിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദ ഹൈക്കു ഡസ് നോട്ട് ടെൽ us whether the snail reaches the peak. ആ ഹൈക്കുവിൽ പറയുന്നില്ല ആ സ്നെയിൽ ആ മലയുടെ മുകളിൽ എത്തിയോ എന്ന്. Which is more important, the journey or the destination? To discuss. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, യാത്രയാണോ അതോ നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ ആണോ ഇമ്പോർട്ടന്റ് എന്ന്. എന്തായിരിക്കും കൂടുതൽ? നമ്മളുടെ യാത്രയാണല്ലേ കൂടുതൽ ഇമ്പോർട്ടന്റ്. നമ്മൾ എങ്ങനെ അതിലേക്ക് എത്തുന്നു അതിൽ നിന്നാണ് നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പം ജേർണിയാണ് ആ ഡെസ്റ്റിനേഷനേക്കാളും ഇമ്പോർട്ടന്റ്. Now attempt a haiku of any topic of your choice. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ ഒരു ഹൈക്കു എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു 3 വരിയാണ് ഹൈക്കുവിലുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ അൺറൈംഡ് ആയിട്ട് പറയുന്ന 3 വരികളാണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ഹൈക്കു എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. A haiku is an unrhymed Japanese poem of 3 lines. It often features an image or a pair of images meant to depict the essence of a specific moment in life. അപ്പൊ ഹൈക്കു എന്ന് പറയുന്നത് 3 വരികളുള്ള അൺറൈംഡ് ആയിട്ടുള്ള ജാപ്പനീസ് കവിതയാണ്. അതിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. നമ്മളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മൊമെന്റ് കാണിക്കാനാണ് ഈ ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരു ഹോപ്പിനെ പറ്റി, പ്രതീക്ഷയെ പറ്റിയിട്ടുള്ള ഒരു ഹൈക്കു ആണ്. ആഫ്റ്റർ ഡാർക്കസ്റ്റ് നൈറ്റ്സ് ദ സൺ റൈസസ് വൺസ് അഗെയിൻ, ഹോപ്പ് ബ്ലൂംസ് ഇൻ അവർ ഹാർട്ട്സ്. എന്താണ്? നമ്മളുടെ ജീവിതത്തിലെ ഡാർക്കസ്റ്റ് നൈറ്റ്സിലും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ശേഷവും ദ സൺ റൈസസ് വൺസ് അഗെയിൻ എന്താണ്? സൂര്യൻ വീണ്ടും ഉദിക്കും. ഹോപ്പ് ബ്ലൂംസ് ഇൻ അവർ ഹാർട്ട്സ്, പ്രതീക്ഷ നമ്മളുടെ ഹൃദയത്തിൽ വീണ്ടും വരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത് ഹോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഹൈക്കു ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൽ ഇത് 3 ലൈൻ ഹൈക്കു എഴുതാം. ഇനി നമുക്ക് ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. തിങ്ക് ഓഫ് an incident that offered you a valuable lesson in life. How can such experience help build healthy relationships? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാഠമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലെറ്റ്സ് റീഡ് an anecdote about one such experience. അപ്പൊ ഇതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഒരാളുടെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. സൗത്ത് ആഫ്രിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനും ടെലിവിഷൻ ആങ്കറൊക്കെ ആയിട്ടുള്ള ട്രെവർ നോവ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഫൂഫി. അപ്പൊ നമുക്ക് വായിക്കാം.
A month after we moved to Eden Park, my mother brought home 2 cats. ഞങ്ങൾ ഏഡൻ പാർക്കിലേക്ക് താമസം മാറിയിട്ട് ഒരു മാസത്തിന് ശേഷം എന്റെ അമ്മ 2 കാറ്റ്സിനെ കൊണ്ടുവന്നു. ബ്ലാക്ക് കാറ്റ്സ്, ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്. കറുത്ത നിറത്തിലുള്ള പൂച്ചകളാണ്, നല്ല ഭംഗിയുള്ള 2 കറുത്ത പൂച്ചകൾ. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡന്റ് ഡെയർ ഓൺ എ കാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് കാറ്റ്. ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ എന്ന് പറഞ്ഞാൽ ട്രെവർ നോവ ഒരു സൗത്ത് ആഫ്രിക്കൻ ആണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻസിന്റെ ഇടയിൽ യു വുഡന്റ് ഡെയർ ഓൺ എ കാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് കാറ്റ്. ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ ഒരു കറുത്ത പൂച്ചയെ വളർത്തുക എന്ന് പറയുന്നത് അത്ര അവിടെ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. ദാറ്റ് വുഡ് ബി ലൈക്ക് വെയറിംഗ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ എം എ വിച്ച്. അപ്പൊ അത് കാണിക്കുന്നത് ഹലോ ഞാനൊരു വിച്ചാണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതായത് അവിടെ കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കറുത്ത പൂച്ചകളെ വളർത്തുന്നതിൽ. അതുകൊണ്ട് തന്നെ കറുത്ത പൂച്ചയെ വളർത്തുന്നത് സൗത്ത് ആഫ്രിക്കൻസിന്റെ ഇടയിൽ അത്ര നല്ലൊരു കാര്യമായിട്ടല്ല കരുതുന്നത്. സിൻസ് വി ഹാഡ് മൂവ് ടു എ കളേർഡ് നെയ്ബർഹുഡ് മൈ മോം തോട്ട് ദി കാറ്റ്സ് വുഡ് ബി ഓക്കെ. പക്ഷെ ഇപ്പൊ അവര് ഏഡൻ പാർക്കിലേക്ക് മാറിയിരിക്കുകയാണല്ലേ, അവിടെ ഒരു കളേർഡ് നെയ്ബർഹുഡ് ആണെന്ന് പറയുന്നത്. കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വംശത്തിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുകയാണ്. അവിടെ ആഫ്രിക്കൻസ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള റേസിലെ ആളുകളും ഉണ്ട്. അപ്പൊ ആ കളർ നെയ്ബർഹുഡിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് എന്റെ അമ്മ വിചാരിച്ചത്. അതുകൊണ്ടാണ് 2 ബ്ലാക്ക് കാറ്റ്സിനെ വാങ്ങിയത്. വൺസ് ദേ വർ ഗ്രോൺ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിംഗ് ദ ഡേ ടു റോം നെയ്ബർഹുഡ്. അപ്പൊ അവർ വളർന്നു വലുതായപ്പോൾ അയൽവക്കൊക്കെ ഒന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ പുറത്തേക്ക് വിട്ടു. The one evening we came home find something terrible had happened. പക്ഷെ ഒരു ദിവസം വൈകിട്ടാണ് ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു സീൻ അവർ കണ്ടത്. എന്താണ്? Both the cats had been killed. On our front wall someone had written in Afrikaans hex means witch. അവർ കണ്ട കാഴ്ച എന്താണ്? 2 പൂച്ചകളെയും കൊന്നിരിക്കുകയാണ് ആരോ. എന്നിട്ട് അവരുടെ ഫ്രണ്ട് വാളില് ചുമരിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ആഫ്രിക്കാൻസില് ഹെക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹെക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് എന്നാണ് അർത്ഥം. അപ്പൊ ഇപ്പോഴും അവിടെ ഒരു അന്ധവിശ്വാസം ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. After the cats were killed, we took a break from pets for a while. അപ്പൊ ആ 2 പൂച്ചകൾ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പെറ്റ്സിനെയൊക്കെ വാങ്ങുന്നതിൽ നിന്നൊന്ന് മാറി നിൽക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് എവറി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. എനിക്ക് അറിയുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലിയിലും സൗത്ത് ആഫ്രിക്കൻ ഫാമിലിയിലും ഒരു ഡോഗ് ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പുവർ യു വർ യു ഹാഡ് എ ഡോഗ്. നിങ്ങൾ എത്ര ദരിദ്രനാണെങ്കിലും നിങ്ങൾക്കൊരു നായ ഉണ്ടാവും. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വെള്ളക്കാരാണെങ്കിലോ, വെള്ളക്കാരെങ്ങനെയാണ് ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്? കുട്ടികളെ പോലെയാണ്, അവരുടെ വീട്ടിലെ ഒരു അംഗങ്ങളെ പോലെയാണ് വൈറ്റ് പീപ്പിൾ ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ, എ പുവർ മാൻസ് അലാം സിസ്റ്റം. പക്ഷെ ബ്ലാക്ക് പീപ്പിളിനാണെങ്കിൽ, ആഫ്രിക്കൻസിനാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഒരു മനുഷ്യന്റെ ഒരു അലാം സിസ്റ്റം പോലെയാണ് അവർ ഡോഗ്സിനെ വളർത്തുന്നത്. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. നമ്മളൊരു നായയെ വാങ്ങിയിട്ട് അത് മുറ്റത്ത് നമ്മൾ അതിനെ വിടും. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദെയർ ട്രെയ്റ്റ്സ്. ബ്ലാക്ക് പീപ്പിൾ ആണെങ്കിലോ ആ ഡോഗ്സിന്റെ പ്രത്യേകതകൾ വെച്ചിട്ടാണ് അവർക്ക് പേരിടാം. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ് യു കോൾ ഇറ്റ് ടൈഗർ. നമ്മൾ അതിന് വരകൾ ഉണ്ടെങ്കിൽ ടൈഗർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ്സ് വിഷ്യസ് യു ക്യാൻ കോൾ ഇറ്റ് ഡേഞ്ചർ. അത് അക്രമം ഒക്കെ കാണിക്കുന്ന ഡോഗാണ്, വയലന്റ് ആയിട്ടുള്ള ഡോഗ് ആണെങ്കിൽ നമുക്ക് അതിനെ ഡേഞ്ചർ എന്ന് വിളിക്കാം. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി. അതിന് മേലെ സ്പോട്സ്, പുള്ളികൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്പോട്ടി എന്ന് വിളിക്കാം. നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ടല്ലേ പുള്ളി എന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ബ്ലാക്ക് പീപ്പിളും. ആ ഡോഗിന്റെ ട്രെയ്റ്റ്സ് വെച്ചിട്ടാണ് അതിന് പേരിടാം. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് us 2 puppies. അപ്പൊ ഒരു ദിവസം എന്റെ അമ്മയുടെ വർക്ക് പ്ലേസിലെ ഒരു സ്ത്രീ ഞങ്ങൾക്ക് 2 പപ്പീസിനെയാണ് തന്നത്, 2 പട്ടിക്കുഞ്ഞുങ്ങളെ തന്നു. Mom brought them home and I was the happiest kid on earth. അമ്മ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കിഡായിട്ട് ഞാൻ മാറി. She named them Fufi and Panther. അപ്പം അമ്മയാണ് അവർക്ക് പേരിട്ടത് ഫൂഫി ആൻഡ് പാന്തർ എന്ന്. അപ്പൊ നമ്മുടെ കഥയുടെ പേരാണല്ലേ ഫൂഫി. ഫൂഫി, ഐ ഡോണ്ട് നോ where her name came from. ഫൂഫി എന്ന പേര് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. Panther had a pig nose, so she was Pink Panther and eventually just Panther. പാന്തറിന് ഒരു പിങ്ക് നോസ് ആയിരുന്നു. അപ്പം ആദ്യം പിങ്ക് പാന്തർ എന്നാണ് വിളിച്ചത്, പിന്നെ ജസ്റ്റ് വെറുതെ പാന്തർ എന്നായി മാറി. There were 2 sisters who loved and hated each other. ഈ ഫൂഫിയും പാന്തറും 2 സിസ്റ്റേഴ്സ് ആയിരുന്നു. They loved and hated each other. സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഹേറ്റും ഉണ്ട്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഫൂഫിയും പാന്തറും തമ്മിൽ. They would look out for each other. They would also fight all the time. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്നാൽ പരസ്പരം എപ്പോഴും ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബന്ധമായിരുന്നു ഫൂഫിയും പാന്തറും തമ്മിൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ എന്ന ഭാഗത്തില്. ഫസ്റ്റ് വൺ വരുന്നത്, ഓൺ അവർ ഫ്രണ്ട് വാൾ someone had written in Afrikaans hex which do you think torturing the cats was caused by superstition, prejudice or both? Comment. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവരുടെ 2 പൂച്ചകളെയും അവിടെ കൊന്നിട്ട് വിച്ചസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പൂച്ചകളെ ടോർച്ചർ ചെയ്യുന്നത് സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻധാരണകളുടെ ഭാഗമായിട്ടാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഐ തിങ്ക് ദി കാറ്റ്സ് വർ ടോർച്ചേർഡ് ബിക്കോസ് ഓഫ് ബോത്ത് സൂപ്പർസ്റ്റിഷൻ ആൻഡ് പ്രിജുഡൈസ്. എനിക്ക് തോന്നുന്നത് രണ്ടും സൂപ്പർസ്റ്റിഷനും പ്രിജുഡൈസും കാരണം തന്നെയാണ് ഈ പൂച്ചകളെ ടോർച്ചർ ചെയ്തത്. The people believed the old superstitions that black cats are associated with witches and bad luck. ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് അല്ലെ കറുത്ത പൂച്ചകൾ എന്ന് പറയുന്നത് മന്ത്രവാദവും അല്ലെങ്കിൽ ദുശകുനൊക്കെയാണെന്ന്. At the same time, they are prejudiced against black people and their beliefs made them behave cruelly. അതുപോലെ തന്നെ ഇവരൊരു സൗത്ത് ആഫ്രിക്കൻസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരോടുള്ള ഒരു വേർതിരിവ് കാരണവുമായിരിക്കാം ഈ പൂച്ചകളെ ടോർച്ചർ ചെയ്തത്. The incident shows how ignorance and prejudice can lead to violence and suffering. അപ്പൊ ഈ ഇൻസിഡന്റ് കാണിക്കുന്നത് എന്താണ്? സൂപ്പർസ്റ്റിഷനും മുൻധാരണകളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വേദനയിൽ കലാശിക്കുന്നത് എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? They were two sisters who loved and hated each other. It was a strange relationship. അവിടെ പറയുന്നുണ്ട് ഫുഫിയും പാന്തറും തമ്മിൽ ഒരു സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ് ആണ്. അവർ തമ്മിൽ സ്നേഹമുണ്ട് എന്നാൽ ദേഷ്യമുണ്ട്, അവരെപ്പോഴും വഴക്കു കൂടുമെന്ന്. ഹാവ് യു ഒബ്സർവ്ഡ് സച്ച് സ്ട്രേഞ്ച് ബിഹേവിയർ എമംഗ് ഹ്യൂമൻസ്? ഡിസ്കസ്. മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്ട്രേഞ്ച് റിലേഷൻഷിപ്സ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ ഹാവ് ഒബ്സർവ്ഡ് സച്ച് ബിഹേവിയർ എമംഗ് ഹ്യൂമൻസ്. People often have relationships in which they love and care for each other, yet they also quarrel and disagree frequently. നമ്മളുടെ ഇടയിലും ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ. നല്ല സ്നേഹം ഉണ്ടെങ്കിലും സിബ്ലിങ്സ് തമ്മിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലൊക്കെ നല്ല സ്നേഹത്തിലാണെങ്കിലും എപ്പോഴും ഫൈറ്റ് ഉണ്ടാവുന്ന റിലേഷൻഷിപ്സും ഉണ്ടാവാറുണ്ട്. Siblings, friends and even parents and children may fight over small matters but continue to protect and support one another. പാരന്റ്സും ഫ്രണ്ട്സും അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് അടി കൂടുകയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. സച്ച് റിലേഷൻഷിപ്സ് മേ സീം സ്ട്രേഞ്ച് ബട്ട് ദേ ആർ ക്വൈറ്റ് കോമൺ ബിക്കോസ് ലവ് ആൻഡ് കോൺഫ്ലിക്ട് ക്യാൻ എക്സിസ്റ്റ് ടുഗെദർ. എന്താ പറയുന്നത്? ഇങ്ങനത്തെ റിലേഷൻഷിപ്സ് നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെങ്കിലും അത് വളരെ കോമൺ ആണ്. കാരണം എന്താണ്? സ്നേഹവും കോൺഫ്ലിക്റ്റും, സ്നേഹവും എന്നാൽ പ്രശ്നങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. സ്നേഹത്തിനും ഇങ്ങനത്തെ ഫൈറ്റിനും ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ബോക്സിൽ എന്താ തന്നിട്ടില്ലേ നോക്കാം. ദ വേർഡ് പപ്പി മീൻസ് എ യങ് ഡോഗ്. പപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ നായക്കുട്ടിയെയാണ് പപ്പി എന്ന് പറയുന്നത്. ദ ടേം റിഫ്ലെക്ട്സ് ദ പ്ലേഫുൾ ആൻഡ് എൻറ്റയറിംഗ് നേച്ചർ ഓഫ് ദീസ് യങ് കാനൈൻസ്. ഈ ചെറിയ നായക്കുട്ടികളുടെ പ്ലേഫുൾ നേച്ചർ ഒക്കെയാണ് ഈ പപ്പി എന്നുള്ള വേർഡ് കൊണ്ട് കാണിക്കുന്നത്. ദ വേർഡ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്രഞ്ച് ടേം പോപ്പി meaning doll or toy, referring to something small and charming. അപ്പൊ ഈ പപ്പി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള പോപ്പി എന്നുള്ള വേർഡിൽ നിന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ഡോൾ ഓർ ടോയ്, ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള പക്ഷെ ചാമിങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കാര്യം എന്നാണ്. അപ്പൊ ആ വാക്കിൽ നിന്നാണ്, പോപ്പി എന്ന വാക്കിൽ നിന്നാണ് പപ്പി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി വന്നിട്ടുണ്ട്. ഡു ഇറ്റ് യുവർ സെൽഫ്. In a black neighborhood, you wouldn't dare own a cat, especially a black cat. Trevor and his mother had decided to design and display a poster offering these cats for adoption. അപ്പൊ ബ്ലാക്ക് നെയ്ബർഹുഡില് കാറ്റിനെ വളർത്താൻ പറ്റില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക് കാറ്റ്സിനെ വളർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ട്രെവറും അവന്റെ അമ്മയും ഈ കാറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ പോസ്റ്ററിൽ ഇനി ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈറ്റിൽ, പിക്ചേഴ്സ്, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പോസ്റ്ററിൽ അഡോപ്ഷൻ പോസ്റ്റർ ആണ് അല്ലെ. അപ്പൊ ആ കാറ്റ്സിന്റെ പ്രത്യേകതകൾ വേണം, കാറ്റ്സിന്റെ ഫീച്ചേഴ്സ് വേണം, പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വേണം, പിന്നെ കാറ്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ട് വേണ്ടത്. യു മേ നൗ ഡിസൈൻ ദ പോസ്റ്റർ ഓഫറിംഗ് ദ കാറ്റ്സ് ഫോർ അഡോപ്ഷൻ. Provide a detailed profile of the cats highlighting the physical appearance, personality traits, daily habits and any special care they need. അപ്പോൾ ആ പോസ്റ്ററിൽ വേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ പ്രൊഫൈൽ ഓഫ് ദ കാറ്റ്സ്, കാറ്റ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. എന്തൊക്കെയാണ് അത്? കാണാൻ എങ്ങനെയാണ്? ഫിസിക്കൽ അപ്പിയറൻസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഓരോ കാറ്റ്സിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഡെയിലി ഹാബിറ്റ്സ് ആൻഡ് എനി സ്പെഷ്യൽ കെയർ ദേ നീഡ്. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ അതും. ഓൾസോ ഇൻഡിക്കേറ്റ് ദ ഏർജൻസി ഓഫ് ഏർലി അഡോപ്ഷൻ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യണം, ഏർജന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാറ്റ്സിന്റെ അഡോപ്ഷൻ പോസ്റ്റർ വരാൻ നോക്കാം. അപ്പൊ ഇതാണ് കാറ്റ്സിന്റെ അഡോപ്ഷൻ പോസ്റ്റർ. ഗിവ് ദം എ സേഫ് ആൻഡ് ലവിംഗ് ഹോം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് കാറ്റ്സിന്റെ ഓരോ ഫീച്ചേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. മീറ്റ് അവർ ബ്യൂട്ടിഫുൾ കാറ്റ്സ് ബ്രീഡ്, ഡൊമസ്റ്റിക് ബ്ലാക്ക് കാറ്റ്സ്, ഫിസിക്കൽ അപ്പിയറൻസ്, സ്ലീക്ക് ആൻഡ് ഗ്ലോസി ബ്ലാക്ക് കോട്ട്, ബ്രൈറ്റ് ആൻഡ് എക്സ്പ്രസീവ് ഐസ്, ഗ്രേസ്ഫുൾ ആൻഡ് എനർജറ്റിക്. ഇതൊക്കെയാണ് ഫിസിക്കൽ അപ്പിയറൻസ് ആയിട്ട് വരുന്നത്. ഇനി ഡെയിലി ഹാബിറ്റ്സ് ആണ്. ലവ് എക്സ്പ്ലോറിംഗ് ദെയർ സറൗണ്ടിങ്സ്, ചുറ്റുപാട് നടക്കാൻ നല്ല ഇഷ്ടമാണ്. എൻജോയ് പ്ലേയിങ് വിത്ത് ടോയ്സ് ആൻഡ് ചേസിംഗ് ബട്ടർഫ്ലൈസ്, കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കാനും ബട്ടർഫ്ലൈസിന്റെ പിന്നാലെ പോകാനുമാണ് ഏറ്റവും ഇഷ്ടം. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അഫെക്ഷനേറ്റ് ആൻഡ് ഫ്രണ്ട്ലി, പ്ലേഫുൾ ആൻഡ് ക്യൂരിയസ്. എന്തൊക്കെയാണ്? ഫ്രണ്ട്ലി ആണ്, പ്ലേഫുൾ ആണ്, പിന്നെ ആകാംക്ഷ കൂടുതലുള്ള പൂച്ചയാണ്.
ഇനി സ്പെഷ്യൽ കെയർ നീഡ്, അവർക്ക് എന്തൊക്കെ സ്പെഷ്യൽ കെയർ ആണ് ആവശ്യം എന്നാണ് പറയുന്നത്. നീഡ് എ സേഫ് ഇൻഡോർ എൻവയൺമെന്റ്, റിക്വയർ ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ക്ലീൻ വാട്ടർ. ഇതൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ കെയർ. Urgent, early adoption needed. Contact Trevor and Patricia Nova, Aiden Park, ഫോൺ നമ്പർ. അപ്പൊ ഇങ്ങനെയാണ് ഒരു കാറ്റിന്റെ അഡോപ്ഷൻ പോസ്റ്റർ വരുന്നത്. അപ്പൊ നിങ്ങളിത് പഠിച്ചു വെക്കുക. ആക്ടിവിറ്റി ആയിട്ട് വരികയാണെങ്കിലും ആൻസർ ചെയ്യാനായിട്ട് ടൈറ്റിൽ വേണം, ഇമേജ് വേണം, പിന്നെ കാറ്റ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ പ്രത്യേകതകളാണ്. ഫിസിക്കൽ ട്രേറ്റ്സ്, ഡെയിലി ഹാബിറ്റ്സ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്പെഷ്യൽ കെയർ, പിന്നെ നമ്മൾ കൊടുക്കുന്നവരുടെ കോൺടാക്ട് നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കഥയുടെ ബാക്കി എന്താണ് നടക്കാന്ന് നോക്കാം. അപ്പൊ നമ്മൾ പാന്തറിനെയും ഫുഫിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വരെയാണല്ലേ കണ്ടത്. ഇനി നമുക്ക് എന്താണ് ഉണ്ടാവുന്നേ നോക്കാം. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്, ഫുഫി വാസ് മൈൻ. പാന്തർ എന്റെ അമ്മയുടെ നായയായിരുന്നു, ഫുഫി എന്റെ ആയിരുന്നു. ഫുഫി വാസ് ബ്യൂട്ടിഫുൾ, ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. ഫുഫിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, ക്ലീൻ ലൈൻസും വളരെ ഹാപ്പി ആയിട്ടുള്ള മുഖമായിരുന്നു ഫുഫിയുടെ. ഷീ ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. ഒരു പെർഫെക്റ്റ് ബുൾ ടെറിയർ, ഒരു ഡോഗിന്റെ ബ്രീഡാണത്. അപ്പൊ ബുൾ ടെറിയർ പോലെയായിരുന്നു ഫുഫി. പാന്തർ കെയിം ഔട്ട് വിയേർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ്. പക്ഷെ പാന്തർ ആണെങ്കിൽ കുറച്ച് വിയേർഡ് ആയിട്ട്, കുറച്ച് വൃത്തിഹീനമായിട്ടുള്ള ഒരു ഡോഗ് ആയിരുന്നു പാന്തർ. പാന്തർ വാസ് സ്മാർട്ട് വേറാസ് ഫുഫി വാസ് ഡം. പക്ഷെ പാന്തർ നല്ല സ്മാർട്ട് ആയിരുന്നു, ഫുഫി അത്ര സ്മാർട്ട് ഒന്നല്ല, കുറച്ചൊരു മണ്ടനെ പോലെയായിരുന്നു. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷി വാസ് ഡം. അങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ചു ഫുഫി അവളൊരു മണ്ടിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. വെനെവർ വി കോൾഡ് ഹർ പാന്തർ വുഡ് കം റൈറ്റ് അവേ ബട്ട് ഫുഫി വുഡ്ന്റ് ഡു എനിത്തിങ്. എന്താണ്, എപ്പോ ഞങ്ങൾ വിളിച്ചാലും പാന്തർ വേഗം ഓടി വരും, പക്ഷെ ഫുഫി ഒന്നും ചെയ്യില്ല. Panther would run back and get Fufi and then they would both come. പാന്തർ വന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് ഫുഫിയെയും കൂട്ടി വരും. അങ്ങനെയാണ് ചെയ്യാറ്. It turned out that Fufi was deaf. ഫുഫിക്ക് ചെവി കേൾക്കില്ല എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. Years later, Fufi died when a burglar was trying to break into our house. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഫുഫി മരിക്കുകയാണ്. എപ്പോഴാണ് ഫുഫി മരിച്ചത്? ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഫുഫി മരിക്കുന്നത്. He pushed the gate over and it fell on her back and broke her spine. കള്ളൻ ഗേറ്റ് തള്ളിയപ്പോ ഗേറ്റ് ഫുഫിയുടെ നടുവിലേക്ക് വീണ് സ്പൈനിന് ഇഞ്ചുറി ആയി. അങ്ങനെയാണ് ഫുഫി മരിക്കുന്നത്. വി ടുക്ക് ഹർ ടു ദ വെറ്റ് ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. ഞങ്ങള് ഫുഫിയെ വെറ്റിനറി ഡോക്ടർ, മൃഗ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഫുഫിയെ കൊല്ലേണ്ടി വന്നു. അതായത് മൃഗങ്ങളൊക്കെ തീരെ വയ്യാതാവുമ്പോൾ നമ്മള് മേഴ്സി കില്ലിംഗ് ചെയ്യും അല്ലെ, യൂത്തനേഷ്യ ചെയ്യും, അവരെ കൊല്ലും. അതിനെയാണ് ഈ പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കള്ളൻ കയറി സ്പൈനിൽ ഇഞ്ചുറി ഒക്കെ വന്നിട്ടാണ് ഫുഫി മരിക്കേണ്ടി വന്നത്. ആഫ്റ്റർ എക്സാമിനിങ് ഹർ ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. ഇപ്പൊ ഫുഫിയെ എക്സാമിൻ ചെയ്തിട്ട് വെറ്റിനറി ഡോക്ടറാണ് പറഞ്ഞത് എന്ത്, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിംഗ് വിത്ത് ദ ഡോഗ് ദറ്റ് വാസ് ഡെഫ്, ഹി സെഡ്. അപ്പൊ വെറ്റിനറി ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി ഒരു ചെവി കേൾക്കാത്ത ഡെഫ് ആയിട്ടുള്ള നായയുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഫുഫി ഡെഫ് ആണ്. വാട്ട്, യു ഡിഡ്ന്റ് നോ യുവർ ഡോഗ് വാസ് ഡെഫ്? നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. അപ്പൊ ഡോക്ടർ ചോദിക്കാണ് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ലേ നിങ്ങളുടെ ഡോഗ് ഡെഫ് ആണെന്ന്? അപ്പൊ ഇവര് പറയാണ് ഞങ്ങൾ വിചാരിച്ചു ഫുഫിക്ക് ബുദ്ധിയില്ല, അതായിരിക്കും പറഞ്ഞൊന്നും കേൾക്കാത്തതെന്ന്. That's when we realized that their whole lives the one dog had been telling the other dog what to do somehow. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഡോഗ്സിന്റെ ഹോൾ ലൈഫിൽ ഒരു ഡോഗ് മറ്റേ ഡോഗിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. The smart hearing one was helping the dodgy deaf one. സ്മാർട്ടായിട്ട് ചെവി കേൾക്കുന്ന പാന്തർ ഫൂഫിയെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കുമ്പോഴൊക്കെ ആദ്യം പാന്തർ വന്നിട്ട് പിന്നെ ഫൂഫിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഹോൾ ലൈഫിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജീവിച്ചിരുന്നത്. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചത് ഫൂഫിയാണ്. ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ സ്റ്റുപ്പിഡ് ആണ്. ഐ റേസ്ഡ് ഹർ. ഞാനാണ് അവളെ വളർത്തിയത്. ഐ പോട്ടി ട്രെയിൻ ഹർ. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. എ ഡോഗ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഞാനാണ് ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ ഫുഫിയെ വളർത്തുന്നത്. പോട്ടി ട്രെയിനിങ് ചെയ്ത് എന്റെ കൂടെ ബെഡിൽ കിടത്തിയിട്ടാണ് ഞാൻ വളർത്തിയത്. എ ഡോഗ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡോഗ് തന്നെയാണ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ വിത്ത് ഇമോഷൻസ്. എങ്ങനെയാണ് ഡോഗിനെ ട്രെവർ നോവ പറയുന്നത്? ഇമോഷൻസ് ഉള്ള, വികാരങ്ങളുള്ള ഒരു സൈക്കിൾ പോലെയാണ് ഡോഗ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനൊരു ഇമോഷൻ കൂടി ഉണ്ടെങ്കിലോ അത് അത്രയും നല്ലതായിരിക്കും അല്ലെ. അതുപോലെയാണ് ഒരു ഡോഗ് ഒരു കുട്ടിക്ക്. ഫുഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഷി കുഡ് ജംപ് സൂപ്പർ ഹൈ. ഐ മീൻ ഫുഫി കുഡ് ജംപ്. ഫുഫിക്ക് എല്ലാ തരം ട്രിക്സും ചെയ്യാൻ പറ്റും. നല്ല ഉയരത്തിൽ ചാടാൻ പറ്റും. I would hold a piece of food out above my own head and she would leap up and grab it like it was nothing. എന്റെ തലയുടെ മുകളിൽ ഞാൻ ഫുഡ് വെക്കും. അപ്പൊ അത്രയും ഉയരത്തിൽ ചാടിയിട്ട് ഇതൊന്നുമല്ല എന്നുള്ളത് പോലെ അത് വന്ന് എടുത്തിട്ട് പോകും. ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൌണ്ട് then Fufi would have been a star. അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഫുഫി വൈറലായി നല്ലൊരു സ്റ്റാർ ആയേനെ. Fufi was a little rascal as well. എന്നാലോ ഫുഫിക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്.
During the day, we kept the dogs in the backyard, which was enclosed by a wall at least 5 feet high. അപ്പം ഡേ ടൈമിൽ ഞങ്ങൾ ഈ ഫുഫിയെയും പാന്തറിനെയും ഒക്കെ വീടിന്റെ പുറത്തെ ബാക്ക് യാർഡിലാണ് തുറന്നു വിടുക. അപ്പൊ ബാക്ക് യാർഡിന് ചുറ്റും 5 feet 5 അടി ഉയരത്തിലുള്ള മതിലുണ്ട്. ആഫ്റ്റർ എ വൈൽ എവറി ഡേ വി ഹാഡ് കം ഹോം ആൻഡ് ഫുഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ് വെയിറ്റിംഗ് ഫോർ us. പക്ഷെ ഞങ്ങൾ എല്ലാ ദിവസവും ജോലിയും സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫുഫി എപ്പോഴും ഗേറ്റിന് പുറത്തായിരിക്കും ഞങ്ങളെ കാത്തിരിക്കുക. വി വർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. അപ്പൊ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി. വാസ് സമ്മൺ ഓപ്പണിംഗ് ദ ഗേറ്റ്? What was going on? ആരെങ്കിലും ഗേറ്റ് തുറന്നിടുന്നതാണോ? ഇനി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആയി. It never occurred to us that she would actually scale a 5-foot wall, but that was exactly what was happening. ഞങ്ങൾ വിചാരിച്ചില്ല ഫുഫി 5 അടി ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടക്കുന്നു. പക്ഷെ അത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ നടന്നിരുന്നത്. എവറി മോർണിംഗ് ഫുഫി വുഡ് വെയിറ്റ് ഫോർ us to leave, jump over the wall and go roaming around the neighborhood. എല്ലാ ദിവസവും രാവിലെ ഫുഫി ഞങ്ങൾ പുറത്തു പോകാനായിട്ട് കാത്തിരിക്കും. ഞങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മതിൽ ചാടിയിട്ട് നെയ്ബർഹുഡിലൊക്കെ കറങ്ങി നടക്കും. അതാണ് ഫുഫിയുടെ ജോലി പകൽ സമയങ്ങളിൽ. I caught her one day when I was home for the school holidays. ഇത് ഞാൻ കണ്ടുപിടിച്ചത് സ്കൂൾ ഹോളിഡേക്ക് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ്. My mom had left for school and I was in the living room. അമ്മ ജോലിക്ക് പോയതിനു ശേഷം ഞാൻ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ഫുഫി didn't know I was there. അപ്പൊ ഫുഫിക്ക് അറിയില്ല ഞാൻ അവിടെ ഉണ്ടെന്ന്. She thought I was gone because the car was gone. അപ്പൊ ഫുഫി വിചാരിച്ചു ഞാനും അമ്മയുടെ കൂടെ പോയി, കാരണം അവിടെ കാറില്ലല്ലോ. I heard Panther barking in the backyard, looking out and there was Fufi scaling the wall. പാന്തർ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോ കണ്ടത് ഫുഫി ഈ മതിൽ ചാടുന്നതാണ്. She had jumped, scampered up the last couple of feet and then she was gone. ചാടി മുകളിലേക്ക് നല്ല സ്പീഡിൽ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ്. I couldn't believe what was happening. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് നടക്കുന്നതെന്ന്. I ran out front, grabbed my bicycle and followed her to see where she was going. ഞാൻ ഓടിപ്പോയി എന്റെ സൈക്കിൾ എടുത്തിട്ട് ഫുഫീനെ ഫോളോ ചെയ്യാണ് എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഫുഫി പോയതെന്ന്. അതിനു മുമ്പ് ഇവിടെ ലെറ്റ്സ് പോസ് ആൻഡ് പോണ്ടർ എന്ന ഭാഗത്ത് നമുക്ക് 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ ചോദ്യം? It's like a bicycle but with emotions. What does Trevor mean by this? അപ്പൊ ട്രെവർ നോവ പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് ഒരു ഡോഗിനെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഇമോഷൻസ് ഉള്ള വികാരങ്ങളുള്ള ഒരു സൈക്കിൾ കിട്ടുന്നത് പോലെയാണ് ഒരു ഡോഗിനെ കിട്ടുന്നതെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ട്രെവർ നോവ അങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A bicycle gives a child joy and excitement, whereas a dog gives not only joy but also love, companionship and emotional support. ഒരു സൈക്കിൾ ഒരു കുട്ടിക്ക് എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെയാണ് തരുന്നത്. പക്ഷെ ഒരു ഡോഗ് ആണെങ്കിലോ സ്നേഹം തരുന്നുണ്ടല്ലേ, നമ്മുടെ കൂടെ എപ്പോഴും എന്ത് കാര്യം ചെയ്യാനും വരും, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരും. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സ്നേഹിക്കും. അതൊക്കെ ഒരു ഡോഗിന്റെ ഗുണങ്ങളാണ്. അപ്പം സൈക്കിൾ തരുന്ന സന്തോഷവും തരുന്നുണ്ട്, എന്നാൽ ഇമോഷണൽ സപ്പോർട്ടും തരുന്നുണ്ട്. Therefore, a dog is even more special because it has emotions and forms a close bond with its owner. അതുകൊണ്ട് ഡോഗ് എന്ന് പറയുന്നത് സൈക്കിളിനേക്കാളും കുറച്ചുകൂടി സ്പെഷ്യൽ ആണ്, കാരണം അതിന് ഇമോഷൻസും ഉണ്ട് ജോയും ഉണ്ട് എന്നാണ് ട്രെവർ നോവ ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്. Where do you think Fufi was going and why? എങ്ങോട്ടായിരിക്കും ഫുഫി പോകുന്നുണ്ടാവുക? Fufi was going to another family's house because she enjoyed spending time there as well. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് ആയിരിക്കും അല്ലെ ഫുഫി പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ കറങ്ങി നടക്കാനൊക്കെ ആയിരിക്കാം. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഫുഫി പോകുന്നതെന്ന്. She went a long way, many streets over to another part of the neighborhood. ഫുഫി ഓടി വളരെ ദൂരം പോയിട്ട് നെയ്ബർഹുഡിന്റെ അയൽപ്പക്കത്തിന്റെ വേറൊരു ഭാഗത്തേക്ക്, വേറൊരു സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. Then she went up to this other house and jumped over their wall and into their backyard. എന്നിട്ട് ഒരു വീടെത്തിയപ്പോ അവിടുത്തെ മതിൽ ചാടിയിട്ട് അവരുടെ ബാക്ക്യാർഡിലേക്ക് പോയി. What the hell was she doing? I went up to the gate and rang the doorbell. A kid answered. അപ്പൊ ആ വീട്ടിൽ പോയിട്ട് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാന്ന് അറിയാനായിട്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു. അപ്പൊ ഒരു കുട്ടിയാണ് വന്ന് തുറന്നത്. May I help you? He said. Yeah, my dog is in your yard. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡോഗ് നിങ്ങളുടെ വീടിന്റെ മുറ്റത്താണ്. What? My dog, she's in your yard. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡോഗ് നിങ്ങളുടെ വീടിന്റെ പിന്നിലുണ്ട് എന്ന്. Fufi walked up and stood between us. അപ്പൊ ഫുഫി വന്നിട്ട് ഞങ്ങളുടെ 2 പേരുടെ ഇടയിൽ നിന്നു. Fufi, come. I said, let's go. ഫുഫി വാ നമുക്ക് പോവാം എന്ന് ഞാൻ പറഞ്ഞു. This kid looked at Fufi and called her by some other stupid name. പക്ഷെ എന്താണ്ടായത്, അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന കുട്ടി ഫുഫിയെ നോക്കിയിട്ട് വേറെ എന്തോ പേര് വിളിച്ചു. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. എന്താ പറഞ്ഞത്? സ്പോട്ടി എന്നാണ് ഫുഫീനെ വിളിച്ചത്. സ്പോട്ടി വീടിനകത്തേക്ക് പോകുന്നതാണ് ആ കുട്ടി പറയുന്നത്. വോ ഐ സെഡ് സ്പോട്ടി, ദാറ്റ്സ് ഫുഫി. അപ്പൊ ഞാൻ പറഞ്ഞു സ്പോട്ടിയോ? അത് സ്പോട്ടി അല്ല, അത് എന്റെ ഫുഫിയാണ്. നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. നോ, ദാറ്റ്സ് ഫുഫി മൈ ഫ്രണ്ട്. നോ, ദിസ് ഇസ് സ്പോട്ടി. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ തല്ലുകൂടാണ്. ഇത് എന്റെ സ്പോട്ടി ആണെന്നാണ് ആ കുട്ടി പറയുന്നത്. പക്ഷെ ട്രെവർ നോവ എന്താ പറയുന്നത്? അത് ഫുഫി ആണെന്നാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഫുഫി സ്പോട്ടി ആയത്? How could this be spotty? She doesn't even have spots. You don't know what you are talking about. അപ്പൊ നറേറ്റർ പറയാണ് ഇത് എങ്ങനെയാണ് സ്പോട്ടി ആവുന്നത്? അവളുടെ ശരീരത്തിൽ ഒരു സ്പോട്ട് പോലും ഇല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ദിസ് ഇസ് സ്പോട്ടി, ഫൂഫി, സ്പോട്ടി, ഫൂഫി, ഇങ്ങനെ സ്പോട്ടി, ഫുഫി എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അവിടെ ബഹളാണ്. Of course, since Fufi was deaf, she didn't respond to Spotty or Fufi. Fufi deaf ആയതുകൊണ്ട് തന്നെ സ്പോട്ടി എന്ന് പറഞ്ഞപ്പോഴും ഫുഫി എന്ന് പറഞ്ഞപ്പോഴും രണ്ട് പേര് വിളിച്ചപ്പോഴും ഫുഫി റെസ്പോണ്ട് ചെയ്തില്ല. She just stood there. അവൾ അവിടെ നിന്നു. I started cursing the kid out. Give me back my dog. ഞാൻ ആ കുട്ടിയെ ചീത്ത പറയാനായിട്ട് തുടങ്ങി. എന്റെ പട്ടിയെ എനിക്ക് തിരിച്ചു തരൂ എന്ന് ഞാൻ പറഞ്ഞു. I don't know who you are, he said, but you better get out of here. അപ്പം കുട്ടി പറയാണ്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ. Then he went into the house and got his mom and she came out. എന്നിട്ട് അവൻ അകത്ത് പോയിട്ട് അവന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. What do you want? She asked. That's my dog. അപ്പൊ പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അത് എന്റെ ഡോഗ് ആണെന്ന് പറഞ്ഞു. This is our dog. Go away. അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറയാണ്, അത് ഞങ്ങളുടെ ഡോഗാണ്, go away, ഇവിടുന്ന് പോവും. I started crying. Why are you stealing my dog? I turned to Fufi and begged to her. എന്നിട്ട് ഞാൻ കരഞ്ഞോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്റെ ഡോഗിനെ തട്ടിയെടുക്കുന്നത്? I turned to Fufi and begged her. എന്നിട്ട് ഫുഫിയുടെ അടുത്ത് തിരിഞ്ഞിട്ട് അവളോട് അപേക്ഷിക്കുകയാണ്. Fufi, why are you doing this to me? Why, Fufi, why? I called to her. I begged her to come. Fufi was deaf to my pleas and everything else. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഫുഫിയോട് പറയാണ്, എന്തിനാണ് ഫുഫി ഇങ്ങനെ ചെയ്യുന്നത്, വരൂ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷെ ഫുഫി ഇതൊന്നും കേൾക്കുന്നില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. I jumped onto my bike and raced home, tears running down my face. എന്നിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. I loved Fufi so much. To see her with another boy, acting like she didn't know me after I raised her, after all the nights we spent together, I was heartbroken. എന്താ പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഫൂഫിയെ. പെട്ടെന്ന് വേറൊരു കുട്ടിയുടെ വീട്ടിൽ അവന്റെ ഡോഗായിട്ട് എന്നെ ഒന്നും അറിയാത്തതുപോലെ നിന്നപ്പോ ഞാൻ ഹാർട്ട് ബ്രോക്കൺ ആയി, എന്റെ ഹൃദയമൊക്കെ തകർന്നു. ഞാനാണ് ഫൂഫിയെ ഒരു കുട്ടിയെ പോലെ വളർത്തിക്കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് പെട്ടെന്ന് വേറൊരു ബോയുടെ കൂടെ അവരുടെ ഡോഗിനെ പോലെ നിന്നപ്പോ ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ. That evening, Fufi didn't come home. ആ ദിവസം വൈകിട്ട് ഫുഫി വീട്ടിൽ വന്നില്ല. Because the other family thought that I was coming to steal their dog, they had decided to lock her inside so she couldn't make it back the way she normally did to wait us for outside the fence. അപ്പം ആ ദിവസം അവര് ലോക്ക് ചെയ്തിട്ട് ഫുഫിയെ വീടിനുള്ളിൽ വെച്ചു. സാധാരണ ദിവസങ്ങളിൽ ഫുഫി വൈകിട്ട് ഇവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും തിരിച്ചു വന്ന് ഗേറ്റിന് അവിടെ നിൽക്കാറാണ് പതിവ്. പക്ഷെ ഈ ദിവസം ആ വീട്ടുകാർക്ക് തോന്നി ഇനി നോവ വന്നിട്ട് ഇവരുടെ ഡോഗിനെ തട്ടിയെടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവര് ഫുഫിയെ വീടിനകത്ത് വെച്ച് ലോക്ക് ചെയ്തതുകൊണ്ട് ഫുഫിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല. My mom got home from the work. I was in tears. അമ്മ വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. I told her Fufi had been kidnapped. ഞാൻ അമ്മോട് പറഞ്ഞു ഫുഫി ആരോ കിഡ്നാപ്പ് ചെയ്തു എന്ന്. We went back to the house. My mom rang the bell and confronted the mom. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞാനും അമ്മയും ആ വീട്ടിലേക്ക് പോയി. അമ്മ ബെല്ലടിച്ചപ്പോ ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മ പുറത്തേക്ക് വന്നു. ലുക്ക്, ദിസ് ഇസ് അവർ ഡോഗ്. അപ്പൊ എന്റെ അമ്മ പോയിട്ട് പറഞ്ഞു, ലുക്ക്, ഇത് ഞങ്ങളുടെ ഡോഗാണ്. ദിസ് ലേഡി ലൈഡ് ടു മൈ മോംസ് ഫേസ്. ആ സ്ത്രീ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നുണ പറയാണ്. ദിസ് ഇസ് നോട്ട് യുവർ ഡോഗ്, വി ബോട്ട് ദിസ് ഡോഗ്. യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. അപ്പം അവര് പറയാണ് ഇത് എന്റെ ഡോഗാണെന്ന്. പക്ഷെ നോവയുടെ അമ്മ പറഞ്ഞു അത് ഞങ്ങളുടെ ഡോഗാണ്, ഞങ്ങൾ വാങ്ങിയ ഡോഗാണെന്ന്. They went back and forth. This woman wasn't budging, so we went home to get evidence. ആ സ്ത്രീ ആണെങ്കിൽ ഒരു തരി പോലും മാറാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എവിഡൻസ് കൊണ്ടുവരാനായിട്ട് പോയി. പിക്ചേഴ്സ് ഓഫ് അസ് വിത്ത് ദ ഡോഗ്സ്, സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വെറ്റ്. എന്തൊക്കെയാണ് എവിഡൻസ്? ഞങ്ങൾ ഡോഗ്സിന്റെ കൂടെ ഇരിക്കുന്ന പിക്ചേഴ്സും വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ്. ഐ വാസ് ക്രൈങ് ദ ഹോൾ ടൈം ആൻഡ് മൈ മോം വാസ് ലോസിംഗ് ഹെർ പേഷ്യൻസ് വിത്ത് മീ. ആ മുഴുവൻ സമയവും ഞാൻ കരയുകയായിരുന്നു. എന്റെ കരച്ചിൽ കേട്ടിട്ട് അമ്മയുടെ ക്ഷമ അത്രയും നശിച്ചു. സ്റ്റോപ്പ് ക്രൈങ്, വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. അപ്പൊ അമ്മ പറഞ്ഞു കരയണ്ട, നമുക്ക് ഡോഗിനെ കൊണ്ടുവരാം, കാം ഡൗൺ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുകയാണ്. വി ഗാദേർഡ് അപ്പ് അവർ ഡോക്യുമെന്റേഷൻ ആൻഡ് വെന്റ് ബാക്ക് ടു ദ ഹൗസ്. എന്നിട്ട് ഞങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് us ആസ് പാർട്ട് ഓഫ് പ്രൂഫ്. അപ്പൊ ഞങ്ങൾ പാന്തറിനെയും ഞങ്ങളുടെ കൂടെ കൂട്ടി ഒരു തെളിവായിട്ട്. മൈ മോം ഷോഡ് ദിസ് ലേഡി ദ പിക്ചേഴ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ ഫ്രം ദ വെറ്റ്. എന്നിട്ട് അമ്മ ആ സ്ത്രീയെ വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്സും ഞങ്ങളുടെ കൂടെയുള്ള പിക്ചേഴ്സും ഒക്കെ കാണിച്ചു കൊടുത്തു. ഷീ സ്റ്റിൽ വുഡന്റ് ഗിവ് us ഫൂഫി. എന്നിട്ടും അവർ ഞങ്ങൾക്ക് ഫൂഫിയെ തന്നില്ല. ഫൈനലി മൈ മോം സെഡ്, ഓക്കെ, ഐ ഗിവ് യു 100 rand. എന്നിട്ട് അവസാനം അമ്മ പറയാണ്, ഞാനൊരു 100 rand തരാം, അവിടുത്തെ കറൻസിയാണ്, അപ്പൊ 100 rand തരാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തരുമോ ഫൂഫീനെയും ചോദിക്കുകയാണ്. ഫൈൻ, ദ ലേഡി സെഡ്. അപ്പോഴാണ് ആ ലേഡി സമ്മതിക്കുന്നത്. ഓക്കെ, 100 rand തരാണെങ്കിൽ ഞാൻ ഫൂഫിയെ നിങ്ങൾക്ക് തരാമെന്ന്. മോം ഗേവ് ഹെർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫൂഫി ഔട്ട്. അങ്ങനെ പണം കൊടുത്ത് ഫൂഫീനെ അവർ വീണ്ടും വാങ്ങി. ദിസ് അതർ കിഡ് who thought Fufi was spotty had to watch his mother sell the dog he thought was his. അപ്പൊ ഫൂഫിയെ സ്പോട്ടി ആണ് എന്ന് വിചാരിച്ചിരുന്ന ആ വീട്ടിലെ കുട്ടി അവന്റേതാണെന്ന് വിചാരിച്ചിരുന്ന ഡോഗിനെ അമ്മ വിൽക്കുന്നത് കാണുകയാണ്. Now he started crying, Spotty, no, mom, don't sell Spotty.
ഐ ഡിഡ്ന്റ് കെയർ, ഐ ജസ്റ്റ് വാണ്ടഡ് ഫുഫി ബാക്ക്. അപ്പൊ ആ കുട്ടി നിന്ന് കരയാണ്, മോം സ്പോട്ടിയെ വിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. പക്ഷെ ഞാൻ അതൊന്നും കെയർ ചെയ്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഫുഫിയെ തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. വൺസ് ഫുഫി സോ പാന്തർ ഷീ കെയിം റൈറ്റ് അവേ. ഫുഫി പാന്തറിനെ കണ്ടപ്പോൾ വേഗം കൂടെ വന്നു. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് അസ് ആൻഡ് വി വാക്ക്ഡ്. അങ്ങനെ ഫൂഫിയും പാന്തറും അമ്മയും ഞാനൊക്കെ തിരിച്ചുപോയി. ഐ സോബ്ഡ് ദ ഹോൾ വേ ഹോം, സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൺ. വീടെത്തുന്നത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മൈ മോം ഹാഡ് നോ ടൈം ഫോർ മൈ വൈനിങ്. എന്റെ കരച്ചിൽ കേൾക്കാനൊന്നും അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല. വൈ ആർ യു ക്രൈങ്? അപ്പൊ അമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? ഇപ്പോൾ നിനക്ക് ഫൂഫിയെ കിട്ടിയില്ലേ? ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. പക്ഷെ എന്റെ വിഷയം എന്താണ്? ഫൂഫിക്ക് വേറൊരു കുട്ടിയാണ് ഇഷ്ടം. നമ്മളുടേതാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഫൂഫിക്ക് വേറൊരു കുട്ടിയും വേറൊരു ഫാമിലിയോടൊക്കെ ഇഷ്ടമാണ് അല്ലെ. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? ഇറ്റ് ഡിഡ്ന്റ് കോസ്റ്റ് യു എനിത്തിങ്. ഫൂഫി ഈസ് ഹിയർ, ഷീ സ്റ്റിൽ ലവ്സ് യു, ഷീ ഈസ് സ്റ്റിൽ യുവർ ഡോഗ്, സോ ഗെറ്റ് ഓവർ ഇറ്റ്. അപ്പൊ അമ്മ പറയാണ്, അതിനെന്താണ്, ഇപ്പൊ ഫൂഫി നമ്മുടെ കൂടെ ഇല്ലേ, ഫൂഫി നമ്മളുടെ ഡോഗാണ്, നിന്റെ ഡോഗാണ്, സോ ഗെറ്റ് ഓവർ ഇറ്റ്, അത് നീ മറക്കൂ എന്നാണ് അമ്മ പറയുന്നത്. ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഹാർട്ട് ബ്രേക്ക് ഫൂഫി ആയിരുന്നു. നോ വൺ ഹാസ് എവർ ബീട്രേഡ് മീ മോർ ദൻ ഫൂഫി. എന്നിട്ട് പറയാണ്, എന്നെ ഫൂഫി ചതിച്ചതുപോലെ ആരും ചതിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. അതെനിക്കൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പാഠമാണ് പഠിപ്പിച്ചത്. The hard thing was understanding that Fufi wasn't cheating on me with another boy. She was merely living her life to the fullest. പക്ഷെ എന്താ പറയുന്നേ, വേറൊരു ആൺകുട്ടിയെ വെച്ച് ഫുഫിയെ ചീറ്റ് ചതിക്കുകയായിരുന്നില്ല. പക്ഷെ ഫുഫിയുടെ ലൈഫ് അതിന്റെ ഫുള്ളസ്റ്റ് ആയിട്ട്, അത് മുഴുവനായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. Until I knew that she was going out on her own during the day, her other relationships hadn't affected me at all. ഇപ്പൊ ഇവിടെ പറയുന്നത്, ഫൂഫി വേറൊരു വീട്ടിലേക്ക് രാവിലെ പോകുന്നത് ഞാൻ കണ്ടെത്തുന്നത് വരെ അതെന്നെ അഫക്ട് ചെയ്തിരുന്നില്ല. ഫൂഫി ഹാഡ് നോ മലീഷ്യസ് ഇന്റന്റ്. ഫൂഫിക്ക് മോശമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഫൂഫി രാവിലെ അങ്ങോട്ട് പോകുന്നു, വൈകിട്ട് തിരിച്ച് എന്റെ അടുത്തേക്ക് വരുന്നു. ദാറ്റ് എക്സ്പീരിയൻസ് ഷേപ്ഡ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ് അബൌട്ട് റിലേഷൻഷിപ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഈ എക്സ്പീരിയൻസ് എന്റെ ബാക്കിയുള്ള ജീവിതത്തിലെ ബന്ധങ്ങളെ പറ്റിയിട്ട് വലിയൊരു പാഠമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. ഇതാണ് ഞാൻ പഠിച്ച പാഠം. എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യം നമ്മളുടെ സ്വന്തമല്ല എന്നുള്ളൊരു പാഠമാണ് നമ്മൾ പഠിച്ചത്. നമ്മളൊരു കാര്യത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടണം. അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യം നമ്മളുടേത് മാത്രമാവുന്നില്ല, നമ്മൾ അതിനെ ഓൺ ചെയ്യുന്നില്ല. ഐ വാസ് ലക്കി ടു ലേൺ ദറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. വളരെ ചെറുപ്പത്തിൽ ഈ പാഠം പഠിക്കാൻ പറ്റി എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമാണ്. I have so many friends who still, as adults, wrestle with feelings of betrayal. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ അഡൾട്ട്സ് ആയിട്ടും മുതിർന്നവരായിട്ടും ചതിയൊക്കെ നേരിടുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്. They will come to me angry and crying and talking about how they have been cheated on and lied to, and I feel for them. അപ്പൊ അവർ എന്റെ അടുത്ത് വന്നിട്ട് ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ പറയും അവരെങ്ങനെയാണ് ചതിക്കപ്പെട്ടത്, അവരിപ്പോ എങ്ങനെയാണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റും, എനിക്ക് ആ വിഷമം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അവർ എന്ത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്, ഈ പാഠം ഞാൻ ചെറുപ്പത്തിൽ ഫൂഫിയിൽ നിന്ന് അനുഭവിച്ചതാണ്. ഐ സിറ്റ് വിത്ത് ദം ആൻഡ് ബൈ ദം എ ഡ്രിങ്ക് ആൻഡ് ഐ സേ, ഫ്രണ്ട്, ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ഒരു ഡ്രിങ്ക് ഒക്കെ വാങ്ങി കൊടുത്തിട്ട് ഞാൻ അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കും. ഫ്രണ്ട്, ഞാൻ നിനക്ക് ഫൂഫിയുടെ ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കും അവർക്ക്, ഈ റിലേഷൻഷിപ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഫൂഫി എന്ന് പറയുന്ന സ്റ്റോറി വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പിന്റെ ഭാഗമാണ്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാര്യം നമ്മളുടെ മാത്രമല്ല എന്ന് പറയുന്ന ഒരു ലെസൺ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഫൂഫി. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.